ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷാസി വ്ലോഗ്സ്. ഇന്ന് നമുക്ക് നാടൻ മാമ്പഴ പുളിശ്ശേരി ആയാലോ? വളരെ എളുപ്പത്തിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 5 മാങ്ങ ഇവിടെ തൊലി കളഞ്ഞിട്ടുണ്ട്. നല്ല പഴുത്ത ചപ്പിപ്പൊടിയ മാമ്പഴം തന്നെ വേണം കേട്ടോ. ഇനി നമ്മൾക്ക് ഇതൊരു മംഗലത്തിലേക്ക് ഇട്ട് കൊടുത്ത് 6 പച്ചമുളക് ചെറുതായി സ്ലൈസ് ചെയ്തത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി. ഇനി ഇതിലോട്ട് വെള്ളം വേണം. ഞാനിവിടെ നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം വേണമെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾക്ക് ഇതൊന്ന് അടുപ്പിൽ വെച്ച് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം റെഡിയാക്കി എടുക്കണമെങ്കിൽ, എന്നാലേ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ. ഇനി നമ്മൾക്കിത് വേവാനൊന്ന് മൂടി വയ്ക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിലേക്ക് എന്തൊക്കെ വേണം നോക്കാം. ആദ്യം 1 കപ്പ് നാളികേരം ചെറിയ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 4 ചെറിയ ഉള്ളിയും 4 വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തതും, കുറച്ച് വേപ്പിലയും 1 ടീസ്പൂൺ നല്ല ജീരകവും ചേർക്കാം. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഭയങ്കരമായിട്ട് വെള്ളം ഒഴിക്കണ്ട. അരപ്പ് നല്ലപോലെ അരയണം. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇതിവിടെ തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ അരച്ചെടുത്ത അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. മാമ്പഴം ഉടയാത്ത വിധത്തിൽ വേണം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ അരപ്പ് തയ്യാറാക്കിയ ആ സെയിം ജാറയിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തൊന്ന് അടിച്ചെടുക്കണം. അതൊന്ന് പിരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി പിരിഞ്ഞ പോലെ കിടക്കും. അപ്പോൾ ആ അടിച്ചെടുത്തത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം വേറൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾക്ക് കടുകും ഉലുവയും വറ്റൽമുളകും വേപ്പിലയും ഇട്ട് ഒന്ന് നന്നായി ഇതുപോലെ ഇളക്കിയിട്ട്, കരിഞ്ഞു പോകാത്ത വിധത്തിൽ ഇളക്കിയിട്ട് നമ്മളുടെ നേരത്തെ തയ്യാറാക്കി വെച്ച മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക. സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. വേറൊരു വീഡിയോയുമായി പിന്നെ കാണാം.